നമ്മളെന്നെ എത്തിയിരിക്കുന്നതേ ഫാം വില്ലയിലാണ്, ചാവക്കാടുള്ള ഫാം വില്ലയിൽ. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളതേ ചാവക്കാടുള്ള ഫാം വില്ലയിലാണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ ഇനി കാണാം. നമ്മൾ ക്യാമലിനും ഫീഡ് ചെയ്തു, അതിന് ഭക്ഷണം കൊടുത്തു. ഇനി നമുക്ക് കുതിരയുടെ അടുത്ത്. ഇവിടെ നമ്മളെ നോക്കി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. 2 പേരുണ്ട് ഇവിടെ, 2 പേരുണ്ട്. ഇതാ 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 അടുത്ത ആളെത്തിട്ടാ. ഇതാ ഇതാ കഴിഞ്ഞു. ഓക്കേ, നമുക്ക് എൻട്രി തന്നെ അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്ക് ഒട്ടകത്തിനെയും കുതിരേനെയൊക്കെ കണ്ടു, അവർക്ക് തീറ്റ കൊടുക്കാനായിട്ട് സാധിച്ചു. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. നമുക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ അതേ നമുക്കിവിടെ മനോഹരമായൊരു മക്കാവുണ്ട്, അത് നമ്മുടെ കയ്യിൽ മേടിക്കാൻ പോവാണ്. ഒരു കാലം വെക്കും, അടുത്ത കാലം വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പം. ഇത്ര അകലെ നിന്നാ മതി. ഓക്കെ, എന്തേലും പറയേ. ഹലോ. നമ്മളെ വെയിറ്റ് ചെയ്ത് കുറെ പേരുണ്ട് ഇവിടെ. ഇവിടെ ഉണ്ട്, പ്രാവുകളുണ്ട്, വെറൈറ്റി. ഇതവിടെ ഒരുപാട് ഒരു കൂട്ടം മീനുകളുണ്ട് കേട്ടാ. വീട് കൊടുക്കാലോ അല്ലേ, കയ്യിൽ വെച്ച് കൊടുത്താൽ എടുത്തോളൂ. നമ്മളിപ്പോ ആകെ കുളിപ്പിക്കും കേട്ടാ. ഇനി നമുക്കേ ഇത് വെറൈറ്റി ആടുകളുണ്ട് ഇവിടെ. അത് ഒരു പ്രത്യേക ചെറിയ ഇനമാനുകൾ ആടുകളാണ് കേട്ടോ. പൂർണ്ണ വളർച്ചയെത്തിയ 1.5 അടി മാത്രം മക്കളുള്ള ആടുകൾ. അതാ ഫുഡിന് വേണ്ടി ഞാൻ അങ്ങോട്ട് ഉള്ളിൽ കൊടുക്കാം. ഇതാ വരൂ നിനക്കുണ്ട് വരൂ. വാ, ഒരാൾ കൂടി അവിടെ ഉണ്ടല്ലോ. വാ, അതിന് വേണ്ട. നല്ല രോമമൊക്കെ ഭയങ്കര പട്ട് പോലെ നീളത്തിലുള്ള. അങ്ങോട്ട് തിരിഞ്ഞിരിക്കുക, ഇങ്ങോട്ട് നോക്കൊന്ന്. ബെൽറ്റൊക്കെ, വലിയ ബെൽറ്റൊക്കെ കഴുത്തില് ഇട്ടുണ്ട്. ഇവിടെ അതിലും വലിയ മൂരികളുടെ മാതിരിയൊക്കെ കൊമ്പ്. ഇത് 3, 4 കൊമ്പാണ് കണ്ടോ. 1, 2, 3, 4 കൊമ്പ്. 4 കൊമ്പുള്ള അപൂർവ ഇനം ആടാണ്. എൻ്റെ കയ്യിൽ നിന്നൊക്കെ ഒരു കുത്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് ഇതാ നോക്കി കണ്ടാ. നല്ല ഇത് ഫൈറ്റിനൊക്കെ ഉപയോഗിക്കുന്ന ആടാണ്.
അതെ, കൊമ്പുകൾ കണ്ട നമുക്ക് ഇത് കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് ദാ ദാ വിസിറ്റേഴ്സ് ഇനിയും ഉണ്ട്. നമ്മുടെ പുറകെ കുറച്ച് പേര് വരുന്നുണ്ട്. ഇവിടെ നല്ലൊരു കാളവണ്ടി, നമ്മളെ പഴയ കാലങ്ങളിൽ കണ്ടിട്ടുള്ള ഒരു കാളവണ്ടി, ചെറിയൊരു കാളവണ്ടി. അപ്പോൾ ഇതിങ്ങോട്ട് വാ, ഇത് വാ, നല്ലൊരു പോർക്ക്. ആടാ, അവൻ്റെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഉറങ്ങാണ്. നല്ല ഉറക്കത്തിലാ. കാരണം എനിക്കില്ല, ഒരൊച്ച കേട്ടിട്ടൊന്നും എനിക്കില്ല, ഉറക്കത്തിലാ. പൊന്നി, ഇവിടെ ഒരു പൊന്നി നിൽക്കുന്നുണ്ട്. കുതിരകളെക്കാളും ഉയരം കുറഞ്ഞ വിഭാഗം, പോണികൾ എന്നറിയപ്പെടും. പോണി, പൊന്നിയല്ല, പോണി 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 പോണി. ചെറിയ കഴുത. ഒരാളാ എയർഫ്രെയിം കൂട്ടിലാണ്, അടുത്ത ആൾ ഇവിടെ നമ്മളിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ അത് ചെറിയ അങ്ങനെ കുതിര തന്നെയല്ലേ അത്? കുള്ളൻ കുതിരയാണ്. പൂർണ്ണ വളർച്ചയെത്തിയ 3 അടി മാത്രമാണ് അതിന് പേരുണ്ടാവുള്ളൂ. 3 അടി മാത്രമേ വരുള്ളൂ. ചെറിയ കുതിര. ഇവിടെ ഒരു വെറൈറ്റി ഇനം താറാവാണ്, അലങ്കാര താറാവ്. നെതർലാൻഡിൽ നിന്നുള്ളതാണ്, നെതർലാൻഡിൽ നിന്നുള്ള തന്നെയാണ് ചെറിയ കുള്ളൻ താറാവ്. നമ്മളാണ്ടപ്പോ തിരിച്ചു പോകട്ടാ, പുറത്ത് കിടക്കാൻ പറ്റുമെന്നാണ് നോക്കണേ. ഇത് ഇവിടെ ഒരു വെറൈറ്റി ഡക്ക് തന്നെയാണ്, താറാവ് തന്നെ. മറ്റേ തല കണ്ട, തലയ്ക്ക് പൂവൊക്കെ ഉള്ള ഒരു ടൈപ്പ്. ഇത് നമ്മളധികം കണ്ട് പരിചയമില്ലാത്തവർ തന്നെയാണ്. അതിൻ്റെ തലയും കൊക്കൊക്കെ ഒരു പ്രത്യേക ടൈപ്പ്, കൊക്കധികം നീളമില്ലാത്ത. അവിടെ ഒരു തവളയും എടുക്കുന്നുണ്ട്. സ്ഥലത്തേക്ക് പോവാം. അവിടെ കൂട്ടിലൊന്നുമല്ല, അത് ഒരു പഞ്ഞിക്കെട്ട് പോലെയാണ്, ഒരു വെറൈറ്റി ഇനം. കോഴിയിൽ തന്നെ പെട്ട ഇനങ്ങളാണ്. ഇതൊക്കെ കണ്ണ് പോലെ കാണാൻ പറ്റുമെന്നുള്ളതാണ്. ഒരു കംപ്ലീറ്റ് ഒരു തൂവലാണ്. കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരു മനോഹരമായൊരു കളിസ്ഥലം തന്നെയുണ്ട്. ഊഞ്ഞാല്, ഇതൊക്കെ ഇവിടെ ലാത്തി നടക്കാണ്. തല എവിടുത്തെ വാലേതാന്ന് അറിയാൻ പറ്റാത്ത ടൈപ്പുകളാണ് അത്. എന്തായാലും വെറൈറ്റി കാഴ്ചകളാണ് ഈ പാമ്പില്ലേ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും സമയം പോണത് അറിയില്ല കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറമാണ്.
ഇതാ ആ ഇതൊരു മൊയിലിൻ്റെ ഒരു വ്യത്യസ്ത രൂപമാണ്. ഇതെന്താ ഇതെന്താ ഇതിൻ്റെ പേര് എന്താന്ന് തന്നെ അറിയില്ല. ഇത് മൊയില് ടൈപ്പ് തന്നെയാണ് അത്, പക്ഷെ എന്താന്ന് അതിൻ്റെ പേരൊന്നും കറക്റ്റ് അറിയില്ല. ഇതും വേണ്ട, ഇത് മൊയില് കറക്റ്റ്, ഇത് മൊയിലിൻ്റെ ചെവിയൊക്കെ കറക്റ്റ് ആ മൊയില് തന്നെ. അവിടെ വരുമ്പോഴാണ് അതാണ് വ്യത്യാസം. ഇത് കറക്റ്റ് മൊയില്. ഇതാ അവിടെ വിശ്രമത്തിലാണ്. ഒക്കെ വെറൈറ്റിയാണ്, ഓരോ കൂട്ടിലും വെറൈറ്റി ഇനങ്ങളാണ്. ഇത് അങ്കോറ എന്ന് പറഞ്ഞൊരു സാധനമാണ്, ജർമ്മനി എന്നുള്ളതാണ്. ഇത് വസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇതിൻ്റെ നീള രോമങ്ങൾ ഉപയോഗിക്കും. ഇതാ തല ഉറങ്ങണേ. ഇതാ ഈ സൈഡിലാണ് തല, അത് വേറൊരെണ്ണാണ്, രണ്ടെണ്ണാണ്, ഒരു ചെറുതും കൂടിയുണ്ട്. ബംഗാൾ ക്യാറ്റ് അനശ്വരൻ. ബംഗാൾ ക്യാറ്റ് നല്ല കാണാൻ മനോഹരമായൊരു പൂച്ച. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇതാ വേറൊരു പട്ടിക്കുട്ടിയുടെ അത്ര ഉണ്ട് ഒരു പൂച്ച. ഇതാ ആ പൂച്ച നോക്ക്, രോമങ്ങളൊന്നും ഇല്ലാത്തൊരു പൂച്ച. ഇതാണ് പേർഷ്യൻ ക്യാറ്റ്. രണ്ടെണ്ണുണ്ട്. ഇതാര് പൂച്ച പുറത്ത് കിടന്ന് കറങ്ങുന്നുണ്ട് കേട്ടാ, അവന് ആർക്കും ശല്യമില്ലാണ്ട്. ഇവിടെ രണ്ടുപേരുണ്ട്. ഒരാളവിടെ കട്ടിലുമ്മ കിടന്നുറങ്ങണേ, ഒരാളിവിടെ കണ്ടോ, ചെറിയൊരു കട്ടിലൊക്കെ അടിച്ച് കട്ടിലുമ്മ കിടന്നുറങ്ങണേ. ഒരാൾ ഈ കൂടിന്റെ ഈ അറ്റത്ത് മാറി ഇവിടെ കിടന്നുറങ്ങും. ഇതുണ്ടോ ഓസ്ട്രേലിയയിലെ കങ്കാരു, ചെറിയ ഇനം കങ്കാരു. അവിടെ ഇങ്ങനെ മൂന്നെണ്ണുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ അതാ ഇവിടെ ഒരു വലിയ ആമ, നല്ല വലിപ്പമുള്ള ആമ. ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുക രണ്ടാള്. ഫുഡൊക്കെ സമൃദ്ധിയായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ. ബ്രസീലിയൻ വംശജരാണ്. ആ മുകളിലേക്ക് ചാടി കയറി പോണ്. അവർ തുടരുന്നാണ് പറഞ്ഞാൽ അവർ കടിക്കുന്ന പറയുന്നുണ്ട്. ഇവിടേക്ക് തിരിച്ചു വന്നാല് നമുക്ക് പാമ്പിനെ ഇട്ടിട്ടുണ്ട്. ആഹാ ഇതാ പൈത്തൻ. അത് നമ്മളെ നാട്ടിലെ മലമ്പാമ്പൊക്കെ പൈത്തൻ തന്നെ പറയാ. ഓക്കെ ഇതിനകത്ത് ഇതാ ഒരു ഉടുമ്പ് എടുക്കുന്നുണ്ട്, വെറൈറ്റി. നമ്മുടെ നാട്ടിലൊന്നും കാണാത്തൊരാണ്. നല്ല ഡിസൈൻ, നല്ല പുള്ളിയായിട്ട് അത്യാവശ്യം വലുപ്പമുണ്ട്. ആകെ എടുക്കണ മെക്സിക്കൻ ബ്ലാക്ക് കിങ് സ്നേക്ക്. ഇതിനടിയിൽ കണ്ട കുറച്ച്, ഞാൻ വിചാരിച്ചത് ബോളുകളാണെന്ന്. അതും ഒരു ജീവിയാണ്. അത് എടുക്കാൻ പറയുന്ന ടൈപ്പാണ്. വെറൈറ്റി ഇതാ കാണുന്നു. അവര് നല്ല ഉറക്കത്തിലാട്ടാ, നല്ല എലിക്കുഞ്ഞിരത്രേ ഉള്ളൂ. ഇതാ വേറൊരു മലമ്പാമ്പ്, വേറൊരു പൈത്തൻ. ആഫ്രിക്കയിലെയാണ്, അതും ഉറക്കത്തിലാണ്. അത് കുറച്ചുകൂടി താഴെ നോക്കൂ. ആഹാ, അത് നമ്മുടെ ഓന്ത് ഇനത്തിൽപ്പെട്ട ഒരു പേരുണ്ട്, പക്ഷെ അത് 4 ഉണ്ട്. അതിന്റെ ഒറിജിനൽ പേരെന്തിട്ടാന്ന് അറിയില്ല. അതുപോലെ എലികള്, വെള്ളെലി,
തീരെ ചെറുത്, നമ്മുടെ ഒരു വിരലിന്റെ വലുപ്പമൊക്കെയുള്ള എലികളാണത്. അതേപോലെ തന്നെ ഒരു ഉടുമ്പനത്തിൽപ്പെട്ടതാണ്. അത് ഇതിന്റെ ഡിസൈനുകളൊക്കെ വ്യത്യാസമുണ്ട്. കറക്റ്റ് നമ്മുടെ കാണുന്ന ഓന്തിന്റെ ഒരു 10 ഇരട്ടിയാണെങ്കിലും വലുപ്പമുണ്ട് അത്. അതിന്റെ മുകളിലാണെങ്കിൽ ഒരു പാമ്പ്, നമ്മുടെ ഒരു വെള്ളിക്കെട്ടന്റെ ഒക്കെ പോലെ ഉള്ളൊരു വെറൈറ്റി ആണ്. എന്നിട്ട് ഫെറിറ്റോ 20 മണിക്കൂറും 24 മണിക്കൂറിൽ 20 മണിക്കൂറും കിടന്നുറങ്ങണം. കർണന്റെ മാതിരി ഉറക്കം തന്നെ. പർപ്പിൾ സ്റ്റാർലിംഗ് യുണൈറ്റഡ് സ്റ്റേറ്റിലെ ഒരു ആനാണ്. നമ്മളിവിടെ ഇവിടെ എന്താ പറയുക, കാറാൻ എന്നൊക്കെ പറഞ്ഞ ഒരു അത്ര വലിപ്പമുള്ളൂ. പക്ഷെ അത് കളറിൻ്റെ മനോഹരമായ കളർ കണ്ടോ, ഒരു മഴവില്ലിൻ്റെ കളറൊക്കെയാണ്. ആ താഴെ നോക്കി ഇരിക്കുക കണ്ടോ, മുകളിൽ നിന്ന് വരുമ്പോൾ ഒരു മഴവില്ലിൻ്റെ കളറൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു ജോഡിയാണ് ഇവിടെ ഉള്ളത്. വെറൈറ്റി കോഴികളാണ്. കോഴിയാനത്തിൽപ്പെട്ടത്. അതിൻ്റെ ഒക്കെ വാല് കണ്ടോ എത്ര നീട്ടാന്ന് നോക്കിയാൽ. കളറൊക്കെ വെറൈറ്റി കളർ. ഇനി നമുക്ക് ഇവിടേക്ക് വന്നാൽ ഒരു കൂട്ടം കോഴികളുണ്ട്. പല രാജ്യങ്ങളിലുള്ള ടൈപ്പ്. അത് തന്നെ അങ്കക്കോഴിയുടെ മാതിരി തന്നെയാണ്. അത് നല്ല വലിപ്പമുള്ള കോഴിയാണ്. ഇതാ നേരെ താഴെ ഈ നല്ല ചെറുപ്പം കുഞ്ഞ കോഴി. ഇതാ ഇതിൽ പല ഇതും നമ്മൾ കണ്ടത്. ഏറ്റവും വലിപ്പമുള്ള കോഴി നല്ല വലിപ്പം. ബ്രഹ്മ, രണ്ടും ബ്രഹ്മ തന്നെയാണ്. അത് രണ്ട് ദേശങ്ങളിലാന്ന് മാത്രം. താഴെ അതിന് തീരെ ചെറിയല്ല, നമ്മളൊരു കയ്യിലൊതുങ്ങാവുന്ന വലിപ്പമുള്ളൂ. കടിക്കൂട്ടാ. അതാ ഏറ്റവും ചെറിയ കുരങ്ങ് വിഭാഗത്തിൽ പെട്ടതാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ കുരങ്ങ് വിഭാഗത്തിൽ പെട്ടതാണ്. നമ്മൾ കൈ കാണിക്കുമ്പോൾ ചാടി വരുന്നുണ്ട്, കൈമേ കടിക്കാതെ. ആഹാ, രണ്ടുപേരുണ്ട്. ഒരാളവിടെ എന്തോ തെരഞ്ഞോണ്ടിരിക്കുക, എന്തോ കാര്യമായി അവിടെ തിരയുന്നുണ്ട്. ഒരാളിതാ ഇവിടെ. ആഹാ, ഇത് അങ്ങോട്ട് ഒരു തരം കറുത്തെണ്ണാൻ കണ്ടോ. കംബോഡിയയിലുള്ളതാണ്. കംബോഡിയ കറുത്തെണ്ണ. ഇതാ ഇവിടെ രണ്ടുപേരുണ്ട്. ഇതും കംബോഡിയ എന്നുള്ള ഇനങ്ങളാണ്. അതും വെറൈറ്റി. അതാ നമ്മള് ആ തുടക്കത്തിൽ കണ്ടില്ലേ, നമ്മളാ തുടക്കത്തിൽ കണ്ട ഇനം രണ്ടുപേര്. അമേരിക്ക എന്നുള്ളവരാണ്. ആഹാ, ഒരു പിണങ്ങിയിരിക്കുകയാണോ? വരൂ ഇതാ തത്തകൾ തന്നെയാണ്. അത് അത്ര വലിപ്പമുള്ളതാണെങ്കിൽ ഇത് ചെറുത്. വെള്ളയുണ്ട്, ഗ്രീൻ ഉണ്ട്, പച്ചത്തത്ത, വെള്ളത്തത്ത, നീലത്തത്ത, 3 വെറൈറ്റി.
ആഫ്രിക്ക എന്നുള്ള ഏറ്റവും വലിയ മുട്ടയിടുന്ന ഏറ്റവും സ്പീഡിൽ ഓടണ പക്ഷികളാണ്. ഇതാ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ് ഇവിടെ. ആഹാ, സുഖം തന്നെയല്ലേ? ആഹാ, ഇനി നമ്മൾക്ക് ഇവിടുത്തെ ബേഡ്സിന് ഫീഡ് കൊടുക്കാം. ആഹാ, ഒരു അപ്പോൾ ഒരു ഇതിനോട് ഇടപഴകി കൂടിക്കലർന്ന് നമുക്ക് പോകാം. ആഹാ, അപ്പോൾ ഇവിടെ വെറൈറ്റി ബേഡ്സുകളും പക്ഷിമൃഗാദികളും ഒക്കെ നമുക്ക് കാണാം. നമ്മളിവിടെ വന്നാൽ നമുക്കിത് ഇവരുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെയുള്ള സംവിധാനമുണ്ട്. ഒരു ഫോട്ടോ എടുത്ത് തരും നമുക്ക് വേണമെങ്കിൽ. ഇവിടെ ഫാം വില്ലയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം മനോഹരമായ കാഴ്ചകളാണ്. സമയം പോകുന്നത് അറിയില്ല. ഒരു വ്യത്യസ്തമായ കാഴ്ചകൾ, ഒരു പ്രത്യേക അനുഭൂതിയാണ്. ആഫ്രിക്കൻ ലവ് ബേഡ്സുകളാണ് ഈ കാണുന്നത്. അത് ചെറിയ ചെറിയ കൂടുകൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട് ഇതിനുള്ളിൽ. എല്ലാം വെറൈറ്റി കളറുകൾ. ഇത് സൗത്ത് ആഫ്രിക്കയിലുള്ള ഒരേനാണ്. കീരിയുടെ വർഗത്തിൽ വിടുന്ന 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റും. കണ്ടോ, ആ 2 കാലിൽ അവരങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. വരണ്ട ഭൂപ്രദേശങ്ങളിൽ കാണുന്നതാണ്. അവിടെ ഒരു കീരിയോടൊക്കെ സാമ്യമുണ്ട്, പക്ഷെ 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കും. ഇതാ ഇവിടെ തത്തകളുടെ ബഹളമാണ്. എല്ലാം വെറൈറ്റി മനോഹരമായ കളറുകൾ. പഞ്ചവർണ്ണ തത്ത എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പേരിനെ അനർത്ഥമാക്കുന്ന തത്തകളാണ്. ഇവിടെ വന്ന് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അത് ഈ ഗിനിക്കോഴികളാണിത്. അത് പല കളറാണ്. ഇവിടെ ഒരു അങ്കവാലൊക്കെ ഉള്ളൊരു കോഴി ഇതിനകത്തുണ്ട്. ഇത് ഇത്ര വെറൈറ്റി ഇനങ്ങളുണ്ടെന്ന് നമ്മൾ ഈ ഫാം വില്ലയിൽ വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഇത് ഇവിടെ ചാവക്കാടാണ് ഈ സ്ഥലം ഉള്ളത്. നമ്മൾ 2 ഭാഗത്തും ഒരു ചേമ്പനത്തിൽപ്പെട്ട ഇതാണ്. അതിൻ്റെ ഉള്ളിലൂടെയാണ് ഇനിയുള്ള നടവഴി.